ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ ഈ നല്ല പ്രഭാതത്തിൽ പ്രഭാത ജാഗരണമായി നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കൂടി വരുവാൻ കൃപയൊരുക്കിയ ദൈവത്തെ അതിയായി സ്തുതിക്കുകയാണ്. ഇന്ന് പ്രഭാത ജാഗരണം നമുക്ക് ചിന്തിക്കാനുള്ളതായ ഭാഗം ദൈവത്തിൻ്റെ ദാനം ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്ത് ഉപയോഗിക്കുക എന്ന ഭാഗമാണ്. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യമാണ് മനഃപ്പാഠ വാക്യമായിട്ട് ഇപ്രകാരം സാക്ഷീകരിക്കുകയാണ്: ഈ ലോകത്തിന് അനുരൂപനാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ അപ്പോസ്തലനായ പൗലോസ് റോമാ ലേഖനത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ സേവനത്തിന് വേണ്ടി, ദൈവവേലയ്ക്ക് വേണ്ടി ധനം ഉപയോഗിക്കാതെ പലരും ആ ധനം തങ്ങളുടേത് മാത്രമാണ് എന്ന് കരുതി അതിനെ വഹിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു അനുഭവം ഇന്ന് പൊതുവെ കാണാതെ കൊണ്ട് സാധിക്കും. സ്വന്തം ഇഷ്ടപ്രകാരം ആ ധനം ഉപയോഗിച്ചു കൊണ്ടുപോകുന്നതും കാണാതെ കൊണ്ട് സാധിക്കും. ഇതൊക്കെയും ദൈവത്തിൻ്റെ ദാനമാണ്. നാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ നന്മകളുടെയും അടിസ്ഥാനം എന്ന വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു. നൽകപ്പെടുന്ന ദൈവം, അത് ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായിട്ടും ദൈവവേലയ്ക്കായിട്ടുമാണ് കർത്താവ് നമ്മളെ ഓരോ ദേശങ്ങളിലാക്കി വെച്ചിരിക്കുന്നതും നമ്മെ ആ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് നിലനിൽക്കൊണ്ടൊക്കെ ദൈവം ഇടയാക്കിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് അറിയാത്തവരുടെ ഇടയിൽ ദൈവസ്നേഹത്തെ വ്യാപിപ്പിക്കുവാനൊക്കെ നമ്മളുടെ സകല സന്നാഹങ്ങളെയും നാം ഉപയോഗിക്കേണ്ടതല്ലയോ എന്നൊരു ചോദ്യം അവിടെ പ്രസക്തമാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിൽ നിന്ന് ലഭിച്ചതായ ഈ സർവ്വ അനുഗ്രഹങ്ങളും ദൈവത്തിന് അതിന് അവകാശമുണ്ട് എന്നുള്ളതായ കാര്യം നാം ഒരിക്കലും വിസ്മരിച്ചു പോകാനൊക്കെ പാടില്ല. ദൈവത്തിൻ്റെ ആ ഉന്നതമായ വിളിയെ നാം അവഗണിച്ചുകൊണ്ട് ഈ ലഭിച്ചിരിക്കുന്ന നന്മകളെ നാം അലക്ഷ്യമാക്കി കളയുവാനും പാടില്ല എന്ന ഈ പ്രഭാതത്തിൽ ഇപ്രകാരം സാക്ഷീകരിക്കുകയാണ്. അപ്പോൾ ദൈവം അപ്രകാരം നൽകപ്പെടുന്നതായ ധനം അത് ദൈവവേലയ്ക്ക് ഉപയോഗിക്കാതെ അത് ലൗകികമായ കാര്യങ്ങളിൽ അതിനെ പ്രാവർത്തികമാക്കുന്നതിന് മൂലം അത് ദൈവത്തിൽ നിന്ന് പിൽക്കാലത്ത് അത് അനുഗ്രഹമല്ല ശാപമായിട്ട് തന്നെ വരുന്നതായ അനേക അനുഭവങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഇവിടെ ധനത്തിൽ ആശ്രയിക്കുന്നതായ വ്യക്തികളെക്കുറിച്ച് ഇവിടെ ക്രിസ്തു സാക്ഷ്യപ്പെടുത്തുകയാണ്. ദൈവരാജ്യത്തിൽ അവർക്ക് പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരമായ അനുഭവമാണ് എന്ന് ധനവാന്മാരെ കുറിച്ച് അവിടെ സാക്ഷ്യപ്പെടുന്നു. അപ്പോൾ ഈ ഭൗമികമായ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ളതായ താല്പര്യങ്ങൾക്ക് ആ ദൈവത്തിൻ്റെ ധനത്തെ അല്ലെങ്കിൽ ദൈവം നൽകുന്നതായ തങ്ങളുടേതായ കാര്യാദികളിൽ അതിന് മുഴുക്കം അല്ലെങ്കിൽ അതിനെ സാക്ഷ്യപ്പെടുത്താതെ കഴിയുന്നുവെങ്കിൽ അത് വലിയ പ്രതികൂലമായ അവസ്ഥകളിലേക്ക് വരും എന്നും പല അനുഭവങ്ങളും സാക്ഷ്യങ്ങളും നമ്മുടെ മുൻപിൽ അവിടെ ഉറപ്പിക്കുകയാണ്. ദൈവത്തിന് നമ്മുടെ സേവനത്തിനായ അധികാരവും അവകാശവും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും ദൈവം നമുക്ക് ചെയ്ത ഈ ത്യാഗത്തെ നാം ഒന്ന് ഓർക്കുമ്പോൾ സ്വർഗത്തിലെ സകലവിധ ഐശ്വര്യങ്ങളും സകലവിധ ശ്രേഷ്ഠതയ്ക്കും സകലവിധ സ്തുതി സ്തോത്രങ്ങൾക്കും പാത്രമായ ക്രിസ്തു മനുഷ്യൻ്റെ രക്ഷ എന്ന വീണ്ടെടുപ്പിൻ്റെ അനുഭവം വെച്ചുകൊണ്ട് നാം ചിന്തിക്കുമ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടിച്ചതായ ത്യാഗോന്മമായ അനുഭവം നാം ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ആ വലിയ ത്യാഗത്തിൻ്റെ അനുഭവം നാം ചിന്തിക്കുമ്പോൾ പാപത്തിനായിരുന്ന മനുഷ്യനെ, ഹീനനായ അനുഭവത്തിനായ മനുഷ്യനെ അവനെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാണ്ടൊക്കെ സ്വർഗോന്നതി വിട്ട് ഉപേക്ഷിച്ച് ഈ പാപലോകത്തിൽ വന്ന് ജീവിച്ചതും സകലവിധമായ കഷ്ടങ്ങളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയും രക്ഷയ്ക്ക് വേണ്ടിയും സദാ ഉപദേശിക്കുകയും അവനെ പാപത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ വേണ്ടി തൻ്റെ ജീവൻ തന്നെ ആ ത്യാഗം ചെയ്ത ക്രിസ്തുവിൻ്റെ ആ വലിയ അനുഭവം നാം ചിന്തിക്കുമ്പോൾ നാം എത്രത്തോളം ദൈവം നമുക്ക് നൽകിയതിനെ നാം ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ സാക്ഷീകരിക്കേണ്ടത് ഒരു സാഹചര്യമാണ്. ഈ ഭൂമിയിലുള്ള വാസത്തിലുടനീളം പാപത്തിൽ കിടന്ന മനുഷ്യന് രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരിക മാത്രമല്ല അതിൽ ബലപ്പെടുത്തി അതിൽ നിലനിർത്തുവാൻ തക്കവണ്ണം ക്രിസ്തു ഒരു മാതൃകയായി നമ്മുടെ മുന്നിൽ നിന്നു. അവസാനം ക്രിസ്തുവിന് അവിടെ സംഭവിച്ചത് എന്താണ് നാം പരിശോധിക്കുമ്പോൾ ഏറ്റവും ഹീനമായ ഒരു മരണം, ക്രൂശിൽ തൂങ്ങി എൻ്റെ നിങ്ങളുടെയും പാപത്തിന് പരിഹാരകനായി എന്ന ഉന്നതമായ ക്രിസ്തുവിൻ്റെ ത്യാഗം. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവർ, നമുക്ക് ലഭിക്കുന്ന എല്ലാം അത് ദൈവത്തിൻ്റെ ദാനമാണ്. അത് നമ്മുടേതല്ല. നമുക്ക് നൽകിയ ദൈവത്തിന് അതിനൊരു പങ്ക് നാം നൽകേണ്ടതായിട്ടുണ്ട്. കാരണം അതിന് അവകാശി ക്രിസ്തുവാണ്. നമ്മുടെ രക്ഷകനാണ് അതിൻ്റെ അവകാശി. ആ ലഭിക്കുന്നതെല്ലാത്തിനും നാം ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ അതിന് ബോധ്യം നാം വരുത്തേണ്ടതായിട്ടുണ്ട്.
അപ്പോൾ ദൈവത്തിൻ്റെ ദാനം ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്ത് വിനിയോഗിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. അതിൽ നാം പിന്നോട്ടല്ല പിന്നെയോ മുന്നോട്ട് നിന്നുകൊണ്ട് തന്നെ ആ കാര്യാദികൾ നാം നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. നാം ചെയ്യുന്നതായ ത്യാഗം അല്ലെങ്കിൽ നാം ചെയ്യുന്നതായ കർത്തവ്യങ്ങൾ ഒരു വലിയ ത്യാഗമായിട്ട് നാം ചിന്തിക്കാതെ ദൈവം നമുക്ക് നൽകിയതിനെ നാം ക്രിസ്തുവിന് തിരിച്ചു നൽകുന്നു എന്ന ചിന്താഗതി നമ്മൾ ഉടലെടുക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നാം അലസന്മാരാകുകയില്ല. നാം പിന്നോട്ടുള്ള പിന്നെയോ ക്രിസ്തുവിൻ്റെ ആ ക്രൂശ് എടുത്തുകൊണ്ട് ക്രിസ്തുവിന് സാക്ഷികളായി തീരുന്നത് തന്നെയാണ് ഈ പ്രഭാതത്തിൽ അത് ഉദ്ബോധിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ലഭിക്കുന്ന ഈ വലിയ ദാനം ആ ദൈവത്തിന് തിരിച്ച് നാം വിശ്വസ്തരായി കാണപ്പെടുവാൻ ഈ പ്രഭാതത്തിൽ നമുക്കതിനായി ഒരുങ്ങാം. നാം മാത്രമല്ല മറ്റുള്ളവരെയും അതിനായി ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ഒരുക്കുവാൻ ദൈവം സകല അനുഗ്രഹങ്ങൾക്ക് നൽകുക എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ പ്രഭാത ജാഗരണത്തിന് വിരമിച്ചു കൊള്ളുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായി ഞങ്ങൾക്ക് നല്ല ദൈവമേ, നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരകനായി കാൽവരി മരക്കുരിശിങ്ങൾ യാഗമായി തീർന്ന ആ വലിയ ത്യാഗത്തിൻ്റെ മുൻപിൽ ഞങ്ങളൊന്നുമില്ല എന്ന് ഞങ്ങൾ സമർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് ലഭിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ആ ദാനത്തിൽ ഞങ്ങൾ വിശ്വസ്തരാണോ എന്ന് ഇന്ന് പ്രഭാതത്തിൽ ഈ ഒരു ജാഗരണത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയ അവബോധത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ വിശ്വസ്തരായി തീരുവാൻ, നല്ല ദാസനെ എന്ന വലിയ വിളിക്ക് യോഗ്യരായി തീരുവാൻ, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതിന് ഞങ്ങൾ ദൈവനാമ മഹത്വത്തിനായി അത് വിനിയോഗിക്കുവാനും ക്രിസ്തുവിൻ്റെ നാമം ഉയർത്തുന്നവരെ കാണപ്പെടുവാനും ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഏവരെയും അതിനായി അവിടെ നിന്ന് ഒരുക്കണമെന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വഴിയായി താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥനയിൽ അവിടുത്തെ മഹാദൈവം മൂലം കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം.